അതിൽ 2-3 പേര് എന്നെ സംബന്ധിച്ചോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിതൃതുല്യനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, എൻ്റെ ഗുരുവായ അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി കരുൺ, അവരുടെയൊക്കെ സീറ്റിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തോന്നുന്നു. പിന്നെ ഭരണം എന്ന് പറയുന്നത് ഞാനതിനെ അങ്ങനെ ഒരു പവർ ആയിട്ട് ഇതിനെ കാണുന്നില്ല, പവർ എക്സസൈസ് ആയിട്ട് ഇതിനെ കാണുന്നില്ല. മറിച്ച് ഓസ്കാറിന് ശേഷം ഞാൻ ഒരുപാട് കമ്മിറ്റികളിൽ, ഒരുപാട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും അല്ലാതെയും മഹാരാഷ്ട്രയുടെയൊക്കെ ഒരുപാട് കമ്മിറ്റികൾ ഇരിക്കുകയും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓസ്കാറിൻ്റെ കമ്മിറ്റി ആയാലും MPSൻ്റെ കമ്മിറ്റി ആയാലും CISൻ്റെ കമ്മിറ്റി ആയാലും ഞാൻ പല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ അക്കാഡമിയുടെയും ഓസ്കാർ അക്കാഡമിയുടെയും MPSൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദിശ മാറുന്നു അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് എന്തിലും പ്രധാനം. ഏതൊരു കമ്മിറ്റിയിലും ഏതൊരു ബോഡിയിൽ ഇരിക്കുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും നമ്മൾ ചലച്ചിത്ര അക്കാദമിയെ പറ്റി പറയുമ്പോഴും 98 മുതൽ ഇന്ന് 24-25 വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ദ ഫോർമർ പീപ്പിൾ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക്. അവർ ചെയ്ത അതിപ്രഗത്ഭമായ വർക്കും അവർ ക്രിയേറ്റ് ചെയ്തൊരു വളരെ പ്രഗത്ഭമായ ഒരു ടീമിൻ്റെയും വർക്കിൻ്റെ കാരണമായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ IFFK ലോകത്തിൽ അറിയപ്പെടുന്ന 10 ചലച്ചിത്രമേളയിൽ ഒന്നായി മാറിയത്. അപ്പോൾ നമുക്കത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഫോർമർ ചെയർമാൻ ആൻഡ് ഫോർമർ പീപ്പിൾ ഹൂ അഡോൺ ദിസ് ചെയർ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക്, ബ്യൂട്ടിഫുൾ വർക്ക്. ഞാൻ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു കലാകാരനാണ്. അങ്ങനെയുള്ള വർക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാകാരനാണ്. പിന്നെ ഇതുപോലൊരു ബോഡി അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന് അക്കാഡമിക്സ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കൂടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിളക്കുപാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എത്തി ഓസ്കർ വരെ എത്തി. ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണം അക്കാഡമിക്സാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ അക്കാഡമിക്സ് എന്നൊരു ഭാഗത്തിനും കൂടെ ഊന്നൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം. എൻ്റെ ഒരു മൈ പോയിൻ്റ് ഓഫ് സ്ട്രെസ് ഷുഡ് ബി ദാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ഫാസ്റ്റ് മൂവിങ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോക സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ചലഞ്ചസ്, ഐ വുഡൻറ്റ് സേ ഇറ്റ്സ് എ പ്രോബ്ലം, ദ ബിഗസ്റ്റ് ചലഞ്ച് ഈസ് ദി ജനറേറ്റീവ് AI. Like from say 2010, how internet has changed our life. AI is going to change our life from 20 to 30, the next decade. So it's very important that we find a right direction, right sense of direction to the filmmaking community in this, generative AI challenge. I am thinking there's a lot of discussion in Hollywood and a lot of things are evolving in the West. I wouldn't say how to counter it, how to take it in, and make it a part of our filmmaking process. Also, technological innovation should also be part of our filmmaking process. ഇന്ന് മലയാള സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗം സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, അത് അടൂർ അരവിന്ദൻ, പിന്നെ ജോൺ എബ്രഹാം, ഇങ്ങനെയുള്ള നമ്മൾ അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഗുരുക്കന്മാരായിട്ട് നിന്ന ആളുകൾ, സീനിയറായിട്ടുള്ള ആളുകൾ, അവർ ചെയ്തു വെച്ചൊരു പാതയുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചത്, കഴിഞ്ഞൊരു 10 വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ഒരു പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നു. യങ് ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റി ഹാസ് ഇവോൾവ്. അപ്പോൾ ഇറ്റ്സ് ഇൻ ദ പീക്ക് ഓഫ് ഡൈനാമിക് ചേഞ്ച്. അതിനെന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ that will be one of my, that's what I'm looking forward to. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.